BGM ഒന്നും ഒരു രക്ഷയില്ല, അനിരുദ്ധ് പൊളിക്കുന്നു. ഇപ്പോൾ ഗോട്ടിന് കട്ട നെഗറ്റീവാണ് വന്നത്, പക്ഷേ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ഇതും അതുപോലെ തന്നെ കന്നഡ സിനിമയിൽ ഇപ്പോൾ KGF വന്നില്ലേ, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട്, അതുപോലെ ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി. ഇത് ഇയാൾക്ക് വേണ്ടി ഒരു പടം സൃഷ്ടിക്കും പോലെ ആയിപ്പോയി. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മോസ്റ്റ് അവൈറ്റഡ് പാൻ ഇന്ത്യൻ പടം ഫ്രം തെലുങ്കു, ജൂനിയർ NTR's ദേവര. എന്തായാലും നോർത്തിലൊക്കെ പടം കണ്ട ഒരു കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ എന്താണ് ദേവരയുടെ അവസ്ഥ എന്ന് നമുക്ക് കണ്ടിറങ്ങി ഓടിച്ചോടൊന്ന് ചോദിച്ചു നോക്കാം. നേരെ ദേവര കണ്ടിറങ്ങി ഓടിച്ചിൻ്റെ റിവ്യൂലേക്ക്. മേക്കിംഗ് കുഴപ്പമില്ല, ഒരു ടിപ്പിക്കൽ തെലുങ്ക് മൂവിയാണ്. ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാവുന്ന ടിപ്പിക്കൽ ഒരു തെലുങ്ക് മൂവി തന്നെയാണ്. മേക്കിങ്ങിൽ അവർ പൈസയൊക്കെ നന്നായിട്ട് മുടക്കി ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഫസ്റ്റ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്, പക്ഷേ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുവരെ കൊള്ളാം, പറയണം. ഞാൻ നെഗറ്റീവാണ് വരുന്നത്, പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ല. എനിക്കും ഗോട്ട് പോലെ ഇപ്പോൾ ഗോട്ടിന് കട്ട നെഗറ്റീവാണ് വന്നത്, പക്ഷേ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ഇതും അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു സ്വാഗ് ഉണ്ട് ജൂനിയർ NTRൻ്റെ. അത് കാണാൻ കണ്ടാൽ അനിരുദ്ധ് ഇടയ്ക്കിടയ്ക്ക് വെറുപ്പിക്കും, പക്ഷെ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ മലയാളം ഡബ്ബിങ് വലിയ കുഴപ്പമില്ല. ഉണ്ട്, തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളതുണ്ട്. പറയത്തക്ക നല്ലൊരു പടമല്ല. ഒന്നുമല്ല. ഒരു പുതിയൊരു ബാഹുബലി സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. തെലുങ്കിന് ഇഷ്ടപ്പെടുമല്ലോ, അത് NTR അല്ലേ, പുള്ളിയുടെ ഒരു സ്റ്റൈലൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. നമുക്ക് മലയാളിക്ക് ദഹിക്കാൻ കുറച്ച് പാടാണ്. അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നിർത്തിക്കുന്നത് അങ്ങനെയാണ്. മാസൊക്കെ എല്ലാ NTR പടത്തിലെ പോലത്തെ ഒരു മാസമുണ്ട്, അല്ലാണ്ട് നമുക്കൊരു പ്രതീക്ഷ നൽകുന്നൊരു പടമൊന്നുമല്ല. ഓക്കെ, നമ്മൾ ഒരു ഇയാൾക്ക് വേണ്ടി ഒരു പടം സൃഷ്ടിക്കും പോലെ ആയിപ്പോയി. തെലുങ്കിൽ ഇപ്പം അങ്ങനെ ഒരു ട്രെൻഡാണല്ലോ. സിനിമ കൊള്ളാം, നല്ല സിനിമ. NTR ഫാനാണ്. NTRൻ്റെ ഇതിനു മുമ്പ് ജനതാ ഗ്യാരേജ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഇതാണ് കാണുന്നത്. അത് മോഹൻലാലിൻ്റെ പടം ആയതുകൊണ്ടാണ് ഞാൻ കണ്ടത്. നല്ല സിനിമ. പിന്നെ കൊറത്തല ശിവ ജനതാ ഗ്യാരേജ് ഡയറക്റ്റ് ചെയ്ത അയാൾ തന്നെയാണല്ലോ. അത് ഞാൻ ഡയറക്ടറെ പ്രതീക്ഷയാണ് വന്നത്. കന്നഡ സിനിമയിൽ ഇപ്പോൾ KGF വന്നില്ലേ, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട്, അതുപോലെ ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി. ഇത് അതായത് ഒരു പാൻ ഇന്ത്യൻ, സെയ്ഫ് അലി ഖാനും കൂടെ വന്നപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഫീൽ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. KGF ലെവലുണ്ട്, പക്ഷെ കോർത്താല ശിവ നമ്മുടെ അവിശേഷിയെ പോലെയൊക്കെ സിനിമ എടുക്കുന്ന ഒരാളാണ്. സിനിമ അങ്ങേരുടെ കണക്കിന് വർക്കായിട്ടുണ്ട്, പക്ഷേ ഇത് കണ്ടിട്ട് ബോറടിക്കാനൊന്നുമില്ല. ഇന്ത്യൻ 2-നെക്കാട്ടും മെച്ചോ. ഹൈപ്പിനുള്ളതൊന്നും ഇല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഹൈപ്പിനുള്ളതൊന്നും ഇല്ല. പിന്നെ മെയിനായിട്ട് ഇത് അനിരുദ്ധിൻ്റെ സോങ് മാത്രം കൊള്ളാം. പിന്നെ അതേപോലെ പ്രെഡിക്റ്റബിളാണ്. നമ്മൾ ട്വിസ്റ്റ് ഉണ്ട് ലാസ്റ്റ്, അത് കണ്ടാണ്ട് മടുത്തത് എന്ന് നമ്മളൊക്കെ മനസ്സിലാവും. പിന്നെ എന്താ പറയുക, ഒരു ഗ്രാഫ് പോലെയാണ് പടം ഇങ്ങനെ പോകണത്. ടിപ്പിക്കൽ തെലുങ്ക് പടം പോലെ ആയിപ്പോയി. പിന്നെ ഗ്രാഫ് പോലെ പടം, ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ പൊയ്ക്കണ്ട, ബോറും ഇല്ല. അങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം, അത്രയാണ് പടം. സംഭവം ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ മലയാളം ഡബ്ബിംഗ് ആണ്. അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിരുന്നു. പക്ഷേ തമിഴൊക്കെയാണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോൾ പിന്നെ കുഴപ്പമില്ല. ലാസ്റ്റൊക്കെ ആയപ്പോൾ പക്ക മാസ് മസാല ആയിട്ട് തന്നെ എടുക്കാൻ നോക്കിയാൽ. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, സൂപ്പർ പടമാണ്, അടിപൊളിയാണ്. BGM ഒന്നും ഒരു രക്ഷയില്ല, അനിരുദ്ധ് പൊളിക്കുന്നു. കുഴപ്പമില്ല ബ്രോ. ഇത് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഡബ്ബിംഗ് ആണ്. ഇപ്പോൾ മലയാളം ആയതുകൊണ്ട് അങ്ങോട്ട് ഇമോഷൻസ് ഒന്നും നമുക്ക് കണക്റ്റ് ആയില്ല. പിന്നെ മേക്കിംഗ് വൈസ് ഫൈറ്റ് സീക്വൻസ് അതൊക്കെ കൊള്ളാം, ആക്ടിങ് കൊള്ളാം, പക്ഷേ ഡബ്ബിംഗ് അങ്ങോട്ട് നമുക്ക് വലിയ അത്ര സാറ്റിസ്ഫിക്കേഷൻ കിട്ടിയിട്ടില്ല. കണ്ടോണ്ടിരിക്കാം, ഓൺ ടൈം വാച്ച് പൊളി തന്നെ. BGM ഒക്കെ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. പാൻ ഇന്ത്യൻ ആയിട്ടുള്ള ജനതാ ഗ്യാരേജിൻ്റെ അത്ര ആയിട്ടില്ല, ആ ഒരു ഇതില്ല. ഇത് നമുക്ക് വിഷ്വൽ എഫക്റ്റ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല.